ഇത്ര കൊല്ലത്തിലെ കൂട്ടുദശ വരാൻ പാടുള്ളൂ എന്നുള്ളതായിരിക്കും ഒന്നിനും പറഞ്ഞിട്ടില്ല. അതിനൊക്കെ പറഞ്ഞതിൽ പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അതാണ് നമ്മൾ നിസ്സാരമായ രീതി ഇത് പറയുന്നത്. ഒരു നാണയെടുത്ത രണ്ടും ഒരേ പറയല്ല. പ്രതിവിധി രമിത പ്രോശിലെ വൃക്ഷകാരെന്ന് പ്രശ്നമാർഗം 15-ാം തീയതിയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് എഴുവന്തലയാണ് കേട്ടോ. എഴുവന്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ നിന്ന് എഴുവന്തല 5 കിലോമീറ്റർ ദൂരം എഴുവന്തലയ്ക്ക്. ഇവിടെ 1000-ഓളം ക്ഷേത്രങ്ങള് ദേവപ്രശ്നം നടത്തിയിട്ടുള്ള ശങ്കരനാരായണ ജ്യോതിഷിയാണ് അദ്ദേഹം. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ വീട്. അവിടെ നമുക്ക് വരുമ്പോൾ വലിയൊരു ബോർഡ് കാണാം അദ്ദേഹത്തിന്റെ. ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ വെച്ചാൽ അത് പറഞ്ഞതാണ് അദ്ദേഹത്തെ കൂടുതൽ അറിയാം. അതുപോലെ തന്നെ ഈ ജാതകം ഇപ്പൊ സാധാരണ എല്ലാവരും ഈ കമ്പ്യൂട്ടറൈസ്ഡ് ജാതകമാണ് എല്ലാവരും എഴുതുക. പക്ഷെ ഇദ്ദേഹം ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ ഓലയിലാണ് എഴുത്താനും കൊണ്ട് ജാതകം എഴുതുന്നത്. അത് അപൂർവം കുറച്ച് ആളുകളുള്ളൂ അങ്ങനെ ഓലയിൽ എഴുത്താനും കൊണ്ട് എഴുതുന്നത്. ആ ഓല അതിന്റെ രീതിയിൽ തന്നെ ചെടിയിലൊക്കെ ഇട്ട് ചവിട്ടി അങ്ങനെയൊക്കെ തന്നെയാണ് ആ ഓല ഉണ്ടാക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പറയും. അപ്പൊ ഒരുപാട് ആളുകൾ, കണ്ടമാനം ആളുകൾ ഇവിടെ ഈ ജാതക ചർച്ച നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അന്യായമായിട്ടൊന്നും അദ്ദേഹം ഒന്നും ചെയ്യില്ല. അന്യായമായ രീതിയിൽ തന്നെ അതിന്റെ ജ്യോതിഷ വിധി പ്രകാരം മാത്രമേ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തേടി ഒരുപാട് ആളുകൾ നിരന്തരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് ഇതിന്റെ ഓലയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കാണാം, അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക, മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. ഞാൻ ഈ ലൊക്കേഷൻ നമ്മുടെ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഇതിന്റെ ലൊക്കേഷൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പിന്നെ വരാൻ എളുപ്പമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. യൂട്യൂബിൽ സുധീഷ് ചെമ്പകശ്ശേരി വ്ലോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ വരും, എന്റെ പേര് വരും. അപ്പൊ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. നമസ്കാരം. ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഈ ജാതകം, ഓലജാതകം എന്നുള്ള സമ്പ്രദായം ഇന്ന് ജനങ്ങളില് സൗകര്യാർത്ഥമായിട്ട് കുറെ വിട്ടുപോകുന്നുണ്ട്. അതുമാത്രമല്ല, അതിനോട് ആരും കൂടുതൽ താല്പര്യപ്പെടുത്തില്ല എന്നുള്ള അവസ്ഥയും വരുന്നുണ്ട്. അതിനു പുറമെ അതിലാരും കൂടുതൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അതിലേക്കും ശ്രദ്ധിക്കില്ല എന്നുള്ളൊരവസ്ഥയും വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് അതിന്റെ ഇടയിൽ വരുന്നത്. ഞാനിവിടെ 55 കൊല്ലാണ് തുടങ്ങി വെച്ചിട്ട്. സ്വന്തമായിട്ട് ജാതകം ഓലയിൽ എഴുതി, ആദ്യം നിലത്തെഴുത്ത്, പിന്നെ ഓലയിൽ എഴുതി തരും ഗുരുനാഥൻ, പിന്നെ അത് വായിച്ച് പിന്നെ സ്വന്തമായിട്ട് എഴുതാൻ തുടങ്ങി. 55 കൊല്ലമായി സ്വന്തമായിട്ട് ജാതകം എഴുതാൻ തുടങ്ങിയിട്ട്. ഈ കന്നിമാസം വിജയദശമിക്ക് 55 കൊല്ലം തകയ ഇന്ന് വരെ എത്തി. അതിനുള്ളതായിരിക്കത്തെ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇത് വേണ്ടാന്ന് വെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ എനിക്ക് വന്നിരിക്കണം. കാരണം ഓല കിട്ടാൻ ബുദ്ധിമുട്ട്, വെട്ടിത്തരാനുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകള്, ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ നേരിടുന്നു. എങ്കിലും ഞാൻ പല ആൾക്കാരെയും വിളിച്ചും ചോദിച്ചിട്ടും അതില് കൊല്ലം കൂടി ശേഖരിക്കാൻ കഴിഞ്ഞു. അതാ ശേഖരണമാണ് എന്റെ ഏറ്റവും കൂടുതൽ. അത് സ്വന്തമായിട്ട് ഞാൻ ഇപ്പൊ ആദ്യത്തെ മാതിരി പാടത്തൊന്നും ഇടാൻ പറ്റില്ല, കുളത്തിൽ ഇടാൻ പറ്റില്ല. അപ്പൊ സ്വന്തമായിട്ട് അതിന് സ്ഥലം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി. അതില് 2-3 മാസമൊക്കെ 2 മാസം കരയിലും പണി വരും. ആ പണിയൊക്കെ എടുത്തിട്ട് അതിന്റെ പോലെ ശേഖരിച്ച് ചളിയിലിട്ട്, ഞാൻ തന്നെ സ്വന്തം ചളിയിലിട്ട് അത് ഉണക്കി ശരിയാക്കിയിട്ട് ഞാൻ അവിടെ സ്റ്റോക്ക് ചെയ്യും. ഇപ്പൊ വരുന്നവർക്ക് ജാതകം എഴുതി കൊടുക്കാൻ സിമ്പിളായിട്ട് എഴുതി കൊടുക്കാൻ, എഴുതേണ്ട ഓല വാർന്ന് എഴുതേണ്ട സമയം എനിക്ക് കൊടുക്കുള്ളൂ. വേഗം എഴുതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് ചെറുപ്പം മുതലുള്ള, കാരണം ഈ 68 വയസ്സിന്റെ കൂടെ ഒരു 10 വയസ്സ് വിട്ടാലും അത് മുതലുള്ളതായിരിക്കുന്ന പരിചയമാണ് ഏറ്റവും കൂടുതൽ എനിക്ക്. ആണ് മുത്തശ്ശന്മാരായിട്ടുള്ള പാരമ്പര്യം, ഗുരുനാഥന്മാരായിട്ടുള്ള പാരമ്പര്യം. ഗുരുനാഥൻ എന്ന് പറയുന്നത് 96 വയസ്സിലാണ് ഗുരുനാഥൻ മരിച്ചത്. അപ്പൊ അയാൾ ധരിക്കുന്ന ഗുരുശിഷ്യ ബന്ധവും. അപ്പൊ
ഈ ജാതകം ഇപ്പോഴും എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം എഴുതി ജാതകം എഴുതാൻ പോലെ വാരാൻ അറിയില്ല, ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടാണത്. എഴുതുന്ന അറിയുന്ന ആൾക്കാരും കൂടി ഇപ്പൊ അതിന് ഓല കിട്ടാത്തതിന്റെ ഒരവസ്ഥ വരുന്നുണ്ട്, ഓറുണ്ട്. പിന്നെ ഒന്നാമത് ഇപ്പൊ 25 ഉറുപ്പ്യ കൊടുത്ത ഒരു ബുക്ക് കിട്ടുമ്പോ അതേ വന്നിട്ട് പൂരിപ്പിച്ച് എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ആരതില് താല്പര്യപ്പെടുന്നില്ല. താല്പര്യപ്പെടണം എന്നുള്ളതാണ് ശരിക്കും പറയേണ്ടത്. താല്പര്യപ്പെടില്ല. നമ്മുടെ ഈ സമുദായത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ ഹൈന്ദവ ഇതുകളെല്ലാം എഴുതി വെച്ചിരിക്കുന്നതും പോലെ തന്നെയായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിനെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതായിരിക്കുന്നതാണ് നമ്മുടെ സമുദായത്തിന്റെ എല്ലാ ആൾക്കാരോടും പറയാനുള്ളത്. എന്റെ ഏട്ടനിയന്മാരായ സമുദായ എല്ലാ ആൾക്കാരോടും അത് നശിപ്പിക്കരുത്. മുന്നോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നുള്ളത് എനിക്കുണ്ട്. ഓല ഉണ്ടാക്കണൊക്കെ കഴിയുന്നത് നമുക്ക് ഈ കുംഭമാസത്തിൽ വാവ് കഴിഞ്ഞ് പഞ്ചമി കഴിഞ്ഞാൽ ആ ഓലയ്ക്ക് ഒരു ബലം കിട്ടും. ആ വൃക്ഷത്തിന്റെ ആ ഓല വെട്ടിയിട്ട് പഞ്ചമി കഴിഞ്ഞിട്ടുള്ളതായിരിക്കുന്ന നമ്മൾ പറയാറുള്ളല്ലോ, വാക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് ചുള്ളം കുത്തുക എന്നുള്ള അവസ്ഥ വരണം. അപ്പൊ ഈ പഞ്ചമി കഴിഞ്ഞിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ കാലങ്ങൾ ദീർഘകാലം നിൽക്കും. അത് വെട്ടി ഒരു ദിവസം കൊണ്ട് ഉണങ്ങാനേ പാടുള്ളൂ. അത് 2-3 ദിവസം വെയിൽ കൊണ്ടുണ്ടെങ്കിൽ നശിച്ചു പോകും, അതിന്റെ ബലം കുറയും. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണക്കുക. അത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിറ്റേ ദിവസം വെയിലത്ത്, അതായത് മഞ്ഞത്ത് വിട്ട് ആ മഞ്ഞിന്റെ തണുപ്പോട് കൂടുതൽ കെട്ടി വെക്കണം. അല്ല 2 തലയൊക്കെ മുറിച്ചൊക്കെ ശരിയാക്കി കെട്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നതിന് ശേഷം അത് ചളിയിലിടുക. ചളിയിലിടുന്ന എന്തെങ്കിലും ചളിയിലിട്ട് കാര്യമില്ല. അപ്പൊ നല്ല വൃക്ഷങ്ങളുടെ ഇലകൾ തന്നെ ഇട്ട് ചളിയിലിട്ട് വൃത്തിയാക്കി വെച്ചാൽ ഒരു 200 കൊല്ലം, എനിക്ക് നല്ല ധൈര്യം പറയാണ്ട് ഇന്ന് ഞാൻ എഴുതി കൊടുത്ത ജാതകം ഒരു 200 കൊല്ലം നിൽക്കും. മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ. എങ്കിലും ഇവിടെ ഞാനിപ്പോ തന്നെ ജാതകം വരട്ടെ ആൾക്കാരുടെ ഒക്കെ നോക്കാറുണ്ട്. 90 വയസ്സായ ആൾക്കാരുടെ ഒക്കെ ജാതകം നോക്കാറുണ്ട്. അവരുടെ ജാതകം വ്യക്തികൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും ജാതകങ്ങൾക്ക് ഒരു ബലക്കം വന്നിട്ടില്ല. അത് അന്നത്തെ ജാതകത്തിന്റെ ഗുണം. ഇന്നിപ്പോ ഈ ജാതകം ഓലയിൽ പുസ്തകത്തിൽ എഴുതുന്നു. പുസ്തകം 2-3 മാസം കഴിഞ്ഞാൽ അത് വേറിട്ട് കൂടും. അത് അത്രത്തോളം സൂക്ഷിച്ചിട്ട് വേണം. ഇതിപ്പോ ഒന്നും വേണ്ട, അത്രത്തോളം ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന കാരണം വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു പച്ചില എടുത്തിട്ടൊന്ന് എഴുതിയാൽ മതി. അതൊക്കെ നല്ല കളറിണ്ട് വരും, നേരെ വായിക്കാം. പിന്നെ എന്റെ അക്ഷരം ഏത് കുട്ടികൾക്കും വായിക്കാൻ പറ്റാവുന്ന അക്ഷരം. അത് മലയാള ലിപി ആദ്യത്തെ മലയാളം എഴുതാറില്ല, അക്കങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ അപ്പോഴത്തെ തന്നെ എഴുതാറുള്ളത്. എല്ലാ കുട്ടികൾക്കും വായിക്കാം. മലയാളം പഠിച്ച ഏത് കുട്ടികൾക്കും എന്റെ അക്ഷരം പറയാം. അങ്ങനത്താണ് ജാതകം എഴുതിയിരിക്കുന്നത്, എല്ലാവർക്കും അറിയുന്നത്. ജാതകം എഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ധാരണ ചില ആൾക്കാർക്ക് ഇപ്പോഴും വരുന്നുണ്ട്. ഈ ജാതകം എഴുതുന്നത് വിവാഹത്തിന് മാത്രമാണ് എന്നുള്ളതായിരിക്കുന്നൊരു കുറെ ധാരണകളുണ്ട്. അത് വിട്ട് കളയണം. കാരണം മിഡിൽ ഓഫ് ലൈഫാണ്. ജനിക്കുന്നു, മരിക്കുന്നു. ഈ ജനനത്തിന്റെയും മരണത്തിൻ്റെതായിരിക്കുന്ന ഇതിൽ ആ അനുഭവസ്ഥിതികൾ അറിയാൻ വേണ്ടിയിട്ടാണ് ജാതകം. അല്ലാതെ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് യാത്രാന്റെ ജാതകം കണ്ടുപിടിച്ചിട്ടുമില്ല. മനുഷ്യായുസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എന്തൊക്കെ അതുകൊണ്ടാണ് അഹോരാത്രം എന്നുള്ളതായിരിക്കുന്ന ഹോരാശാസ്ത്രത്തിനെ പറ്റി ജീവിതം തുടക്കം മുതൽ അവസാനം വരെയുള്ളതാണ് ശരിക്കും ജാതകം. പക്ഷെ പറഞ്ഞ ശരിയാണ്, ആളുകളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ കല്യാണത്തിനുള്ളതാണ് ജാതകം. ഇത് കല്യാണം കഴിഞ്ഞാൽ വേണ്ട, കല്യാണത്തിനാണ് ജാതകം എന്ന് പറഞ്ഞിട്ട് ഈ എഴുതാത്ത ആൾക്കാരുണ്ട്, എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ കല്യാണ സമയത്ത് എഴുതുന്ന ആൾക്കാരുണ്ട്. ഈ സമയത്താണ് ജാതകം എഴുതി വെക്കുക. പിന്നെ ആ ജാതകം പിന്നാതെ അവിടെ എവിടെയെങ്കിലും വെക്കുക, പിന്നെ അതൊരു ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലുള്ള ജനങ്ങൾ ഭൂരിപക്ഷം ഇതിന്റെ ഇടയിലുണ്ട്. അത് എന്റെ അടുത്ത് വരാറുമുണ്ട്, പറയാറുമുണ്ട്.
പക്ഷെ അതല്ല മനുഷ്യന്റെ, കാരണം നമ്മൾ പല ജീവിത രീതികളുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കാനാണ് ജ്യോതിഷം ചക്ഷുഷീര. ജ്യോതിശാസ്ത്രം എന്നുള്ളത് വേദത്തിന്റെ 6 അംഗങ്ങളിൽ ചക്ഷുസ് കണ്ണായിട്ടാണ് അംഗീകരിക്കുന്നത്. അതായത് ഇതില് ജ്യോതിശാസ്ത്രത്തിൻ്റെ കണ്ണായിട്ട് തന്നെയാണ്. 6 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പ്രധാന നമ്മൾ കാണാത്തത് കാണുന്നതാണല്ലോ. സർവേന്ദ്രിയാണം നയനം മൃദാനം എന്ന് പറയുന്നത്. സർവേന്ദ്രിയങ്ങൾ വെച്ചിട്ട് നമ്മൾ കാണുന്നത് കണ്ടുകൊണ്ടാ. ആ കാഴ്ചയെ പറ്റിയിട്ടാണ് ജ്യോതിശാസ്ത്രം പ്രത്യേകിച്ച് വേണ്ടത്. അത് കാണണം. അവിടെയാണ് തെറ്റുകൾ. ആ തെറ്റുകളാണ് നമ്മൾക്ക് വരുന്നത്. ജ്യോതിശാസ്ത്രം തെറ്റ് വരുന്നില്ല. ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നിടത്താണ് തെറ്റ്. ആ കാണുന്നില്ല. അവിടെയാണ് ജാതക ചേർച്ച എന്നുള്ളതിനെ ഒരാൾ വരുമ്പോ അവര് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ഒരു ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യാറുണ്ട്. നമ്മുടെ എന്താണ് ശാസ്ത്രം അതില്? ഇപ്പൊ ജാതക ചേർച്ചയില് ഒരാള് വരുമ്പോ നമ്മൾ കാരണം, അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു ജ്യോത്സ്യൻ കാരണം ഒരു കുടുംബത്തിന്റെ ജീവിതം അല്ല, ഒരു കുടുംബത്തിന് എന്ന് പറഞ്ഞല്ല, ഒരു പെൺകുട്ടികളോ ആൺകുട്ടികളോ ജീവിതം നശിക്കരുത്. ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ജ്യോത്സ്യന് പറ്റും, അതില്ലാതെക്കാനും ഒരു ജ്യോത്സ്യന് പറ്റും. ജ്യോത്സ്യന്റെ ഒരു എഴുത്തോ അല്ലെങ്കിൽ ജ്യോത്സ്യന്റെ ഒരു വാക്കോ ഒരു ജീവിതത്തിന് മുന്നോട്ട് പോകാൻ എത്രയോ അവസരങ്ങളുണ്ട്. അത് പറ്റുകയും ചെയ്യും. അത് ചെയ്യുന്നില്ല. ആത്മാർത്ഥ മനോഭാവം കമ്മിയാണെന്നുള്ള എനിക്ക് മനസ്സിലാക്കാനുള്ളത്. ആർക്കും തെറ്റിദ്ധാരണ തോന്നരുത്. ഞാൻ എന്തെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ജ്യോത്സ്യന്മാർക്കോ വേണ്ടിയിട്ടല്ല, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കണം. എനിക്കിതിൽ യാതൊരു ബെനിഫിക്കേഷനും ഇല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. അതെല്ലാവരും കൂടി മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. പിന്നെ ഒരു ചിന്തകൾ വേണ്ട. ഏറ്റവും വേണ്ടത് എന്താ മനുഷ്യന് വേണ്ടത് എന്താ അറിയോ? അത് ഒരു രക്ഷിതാക്കൾ, ഒരു പെൺകുട്ടിയുടെ രക്ഷിതാക്കളും ആൺകുട്ടികളുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് പൊരുത്തൻ മാത്രം മതി എന്റെ മക്കളില് എന്നുള്ളതാണെങ്കിൽ ആ ഒരു പൊരുത്ത ചിന്തന മാത്രം നോക്കുക. അതിന് മാത്രം ജ്യോത്സ്യന്റെ അടുത്ത് പോവുക. അത് നോക്കിപ്പോരുക. ജ്യോതിഷ അതിന്റെ വികലനം ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? അതിന്റെ ശാസ്ത്രമായിട്ടുള്ള ഗ്രഹനില അത് നോക്കുക. അതിലാണ് അത് ഇതും കൂടി ആവുമ്പോ ബുദ്ധിമുട്ട് വരും. പൊരുത്തം പോണം, ജാതക ചർച്ചയും വേണം, കൂട്ടുദശയും വേണം, വരരുത്. ഇത് 3 കൂടിയും കൊണ്ടിട്ട് വരുമ്പോഴേക്കാണ് ജാതകത്തിൽ വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് മതി. ഇവിടെ ദേഹപ്പൊരുത്തം മനപ്പൊരുത്തം. ആക്ഷൻ ഏറ്റവും വേണ്ടത് മാനസികമായിട്ടുള്ളതായിരിക്കും. തടുപ്പാണ് വേണ്ടത്. ദേഹവും ശരീരദാനം, ശരീരമാണ് ഏറ്റവും കൂടുതൽ. ദേഹപ്പൊരുത്തം എന്ന് പറഞ്ഞത് അന്യോന്യം രമതീയതാദി ഗണതി എന്നാണ് ഗണപ്പൊരുത്തത്തിന്റെ ഇത് പറഞ്ഞത്. തമ്മിൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരവസ്ഥ. ഒരു പെൺകുട്ടിയെ കാണുമ്പോഴും ആൺകുട്ടിയെ കാണുമ്പോഴും അവിടെ ശരീരഘടനകൾ പലതും ഉണ്ടാവാം. ശരീരം ഉയരണ്ടാവും, വണ്ണുണ്ടാവും, അല്ലെങ്കിൽ നിറണ്ടാവാം. പല ഇതുകളും പറഞ്ഞത്. അതിനെയാണ് കാളിദാസൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നത്, അവൾ ഗുവാളിയിലിരങ്ക മുതിച്ചിരുന്നതാവാം വിവന്റെ ഹൃദയത്തെ വശീകരിച്ചു എന്ന്. ആ പെൺകുട്ടിയെ കാണുമ്പോൾ ഇവരോടൊന്നായിരിക്കുന്നത് താരതമ്യം. അത് ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞ മനസ്സാണ് ഏറ്റവും കൂടുതൽ. ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജാതക ചർച്ച നോക്കരുതെന്ന് ജ്യോതിശാസ്ത്രം പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ജീവിതമാണ് വേണ്ടത്. അവര് ജീവിക്കൂ. അല്ലാതെ ഈ ഒരു പൊരുത്തത്തിന് മാത്രം ആസ്പദമായിട്ട് ഒരു ജീവിതം നശിപ്പിക്കരുത് എന്നുള്ളതാണ് എനിക്ക് എല്ലാവരും ജനങ്ങളോട് പറയാനുള്ളത്. ജനങ്ങളുടെ ഒരു ധാരണ ഏറ്റവും വലിയ വരുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജാതക ചേർത്ത് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടില് 5 പൊരുത്തം പോരാ, 6, 7, 8 പൊരുത്തം കിട്ടണം എന്നുള്ളത് എന്തോ ഒരു ചിന്തകള്, അനാവശ്യ ചിന്തയുണ്ടായിട്ടാണ് ഞാൻ അംഗീകരിക്കുന്നത്. അത് എടുത്തു മാറ്റണം. 3, 4 പൊരുത്തം കിട്ടിയാൽ മതി. പൊരുത്തത്തിൽ അതല്ല. ഇവിടെ ജാതക ചേർച്ച ഗ്രഹനിലയാണ് പ്രാധാന്യം. ഗുണങ്ങളും ദോഷങ്ങളും ചെയ്യുന്നത് അത് നോക്കൂ. അല്ലെങ്കിൽ പൊരുത്തം മാത്രം വിവാഹം ചേർച്ച് നോക്കുക. ഇത് രണ്ടും കൂടി ആകുമ്പോഴാണ് പല പ്രശ്നം വരുന്നത്. നല്ല ജാതകങ്ങൾ ഉണ്ടാവും, നല്ല ഗുണങ്ങളുള്ളതായിരിക്കുന്ന പല വിധത്തിലെ ഗുണങ്ങളുണ്ട്. നല്ല ജാതകം എന്ന് പറഞ്ഞാൽ ജാതകത്തിന്റെ സൗന്ദര്യമല്ല ഞാൻ പറഞ്ഞത്, ആ ഗ്രഹനിലകളെ പറ്റിയുള്ള ജാതകത്തിൽ പല പല യോഗങ്ങളുള്ളതുണ്ട്. ആ യോഗങ്ങൾ മറ്റുള്ളതൊക്കെ തന്നെ ജാതകത്തിന് ചിലപ്പോ 2, 3, 6 പൊരുത്തം 5 പൊരുത്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ ഒഴിവാക്കി ആ കുട്ടിയുടെ ജീവിതത്തിനെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കുന്ന തോന്നലില്ല അവർക്ക് ഒരു പൊരുത്തത്തിന്റെ പേരിൽ.
എന്താണ് പൊരുത്തം എന്നുള്ളതായിരിക്കുന്ന ദശവിധ പൊരുത്തത്തിന്റെ പറയാനുള്ളത് എനിക്ക് എല്ലാവരോടും ജനങ്ങളോടും ജ്യോത്സ്യന്മാരോടും പറയാനുള്ളതാണ്. ദശവിധ പൊരുത്തം ചിന്തിക്കുമ്പോൾ അതിന്റെ അനുഭവങ്ങളും അതിന്റെ ശാസ്ത്രീയ പറഞ്ഞിട്ടുണ്ട്. ഒരു പൊരുത്തം കിട്ടി ഇന്നതാണ് ഗുണവും ദോഷവും. അത് പഠിക്കുക ആദ്യം. പിന്നീട് മധ്യമരജ്ജു എന്നുള്ളതായിരിക്കുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഈ വളയ്ക്ക് മധ്യരജ്ജു എന്ന് പറയുന്നത് കിഴക്കൻ ജില്ലകളിലേക്ക് പാലക്കാടിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് അത് ചരട് എന്നുള്ളത് പറയുന്നു. ആ ഒരു പൊരുത്തത്തിനെ പറ്റിയിട്ട് മാത്രം ആസ്പദമാക്കിയിട്ട് ജീവിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. ചരടിലേക്ക് വേണ്ട, എന്താണ് ചരട് എന്നുള്ളതായിരിക്കും മനസ്സിലാക്കണം. ഈ ചരട്ടുപത്തിന് മാത്രമാക്കിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന, ആൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന എത്രയോ എന്റെ തെളിവുകളുണ്ട് എന്റെ അടുത്ത് ഈ 55 കൊല്ലമായിട്ട്. പിന്നെ എനിക്ക് 68 വയസ്സായി, ഞാൻ ചെറിയ കുട്ടികളല്ല ഉള്ള കാര്യം പറയുന്നത്. അപ്പൊ ഇല്ല ചെറുപ്പം മുതലുള്ള അനുഭവങ്ങളും ഉണ്ടല്ലേ. അപ്പൊ എന്താന്ന് പറയുക, ജാതക ചേർച്ചയാണ് ഇവിടെ ജ്യോതിശാസ്ത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിന് തെറ്റായിട്ടും വിശ്വാസമില്ലാതായിട്ടും അതങ്ങനെ ചിന്തിക്കുന്നത് ആ ചിന്തന വരുന്നത് ഇതുകൊണ്ടാണ്. കൈകാര്യം ചെയ്യുന്നിടത്തുള്ള തെറ്റ്. പിന്നീട് അതിൽ ഏറ്റവും കൂടുതൽ ജ്യോത്സ്യന്മാരെ കൂടുതൽ തെറ്റ് വരേണ്ടത് ജനങ്ങളിലാണ്. ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞൊരു ദോഷം ജാതകത്തിലില്ല, ജ്യോതിശാസ്ത്രത്തിൽ ഇല്ലാത്തതാ. സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ഇതിന് 5 ഒരേ ഫലാണ്. പക്ഷെ അത് നിൽക്കുന്ന സ്ഥാനം കൊണ്ടുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേ ഉള്ളൂ. അല്ല അതില് ലേശം ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ചൊവ്വയെ പറ്റിയിട്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു ആ പാവം ഗ്രഹത്തിനെ പറ്റിയിട്ട് കുറ്റം ആരും പറയരുത്. എനിക്ക് പറയാനുള്ളതാണ്, ചൊവ്വാദോഷം എന്ന് പറഞ്ഞ ജ്യോതിശാസ്ത്രത്തിൽ ഇല്ല, ശരിക്കും ഇല്ല. അത് ഉള്ളൂ. അത് വെറുതെ പറയുന്നൊരിതാണ്, ചില ലോപിച്ചുണ്ടാക്കുന്ന ഒരവസ്ഥ. ചൊവ്വാദോഷം നിറഞ്ഞിട്ടില്ല. ആ സൂര്യൻ അവിടെ നിന്നാലും അതന്നെ, കേതു നിന്നാലും അതേമാതിരി തന്നെ. പിന്നീട് ചൊവ്വ ഈ പറയുന്ന ആൾക്കാരുടെ ചൊവ്വ എന്നുള്ളതായിരിക്കുന്നത് അത് മേടത്തിലോ വൃശ്ചികത്തിലോ അതായത് മകരത്തിലോ നിൽക്കുന്നതായിരിക്കുന്ന ചൊവ്വ ദോഷമല്ല. സ്വക്ഷേത്രഗതേഹി എന്നുള്ളത് എല്ലാ ഗ്രന്ഥക്കാരും അതിൽ വരുന്ന തെറ്റുകൾ എന്താന്ന് പറഞ്ഞാൽ, ഈ ചൊവ്വയാണെങ്കിലും ശനിയാണെങ്കിലും സൂര്യനാണെങ്കിലും അതിൻ്റെതായിരിക്കുന്ന രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന ഫലമാണ് അത് ചെയ്യുക. അല്ലെങ്കിൽ കണ്ണോടത്തൊക്കെ ദോഷം ചെയ്യുന്നതല്ല. അതിൽ തന്നെ പ്രതോന്നി. ഞാൻ പറയണത് അതിനൊരു ഹോമോ പൂജാദികളോ ഒന്നുമല്ല. പ്രപഞ്ചത്തിൽ ഹോമം കണ്ടുപിടിച്ചിട്ടില്ല. ഹോമം പൂജാരികളൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ജ്യോതിശാസ്ത്രം കണ്ടുപിടിക്കുന്ന ഹോമം പൂജയൊന്നുമില്ല. 7ാം ഭാവാധിപൻ ബലവാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ജാതകത്തിൽ, പെൺകുട്ടിയുടെ ജാതകത്തിൽ 7ാം ഭാവാധിപൻ ബലവാനായാൽ ദാരീശി ബലസമ്പൂർണ്ണത അത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. എല്ലാ അനുഭവമാണ്. അവൻ ദിവസം തോറും ഭർത്താവിന്റെ കുടുംബങ്ങൾ അഭിവൃദ്ധി വരും. ബലഹീനി ദരിദ്രാണ്. ബലഹീനനാണെങ്കിൽ അവൻ ദരിദ്രനും പിടിക്കും. കല്യാണം കഴിയുന്നവർ ഐക്യവും, കല്യാണം കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം തീരല്ലാതെയോ പിന്നെ പിന്നാക്കാതെ. അതേമാതിരി വൃഷജാതകത്തിലുണ്ട്. 7ാം ഭാവാധിപൻ ബലവാനായിട്ട് വരികയും 7ാം ഭാവാധിപൻ ഉച്ചസ്ഥാനത്തോ 7ാം ഭാവാധിപൻ ബലവാനാവുക, 7ാം ഭാവത്തിൽ ബലവാനായിരിക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുക, 7ാം ഭാവത്തിലേക്ക് ബലവാനായിരിക്കുന്ന ഗ്രഹങ്ങൾ എന്തായിരിക്കുന്നു ദൃഷ്ടി വരിക. ഇതൊക്കെ ഇതിന് ദോഷപരിഹാരമാണ്. ചൊവ്വ 7ൽ നിന്നോട്ട് മേടത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ചൊവ്വദോഷപ്രദമല്ല, വൃശ്ചികത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ചൊവ്വദോഷപ്രദമല്ല, മകരത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ഉച്ചപതിയാണ് ചൊവ്വ. അതൊരു ദോഷമല്ല. ഇതിനൊക്കെ ദോഷമായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ അതാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നോർത്തുള്ള തെറ്റ്. അത് എല്ലാ ഗ്രഹങ്ങൾക്കും തന്നെ പിന്നെയുണ്ട്. ശരിക്കും പറഞ്ഞത് പ്രശ്നമാർഗം 14ാം അധ്യായത്തില് ഷൽപഞ്ചാധികത്തിൽ ശ്ലോകമാണ് യോയോ ഭാവ സ്വാമി ദൃഷ്ടോ യഥോവാ എന്നുള്ളതായിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കൂ എന്നുള്ളതാ. എഴുതാനുള്ളത് എൻ്റെ അടുത്ത് 1000-2000 ജാതകം, 3000 ജാതകം എഴുതാനുള്ള ഓലപ്പടി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പാർട്ടിയിൽ വരികയുള്ളൂ. പാർട്ടി വന്നാൽ ഞാൻ മുറിച്ചൊക്കെ ശരിയാക്കിയിട്ട് ജാതകം ഞാൻ വേഗം എഴുതി കൊടുക്കും. എനിക്ക് ജാതകം എഴുതാൻ ഒരു ജാതകം എഴുതാൻ 3 ദിവസമേ കൊണ്ടു. അതൊക്കെ ശരിയാവും. ഞാനത് ജാതകം എഴുതി കൊടുക്കും. അത്രത്തോളം എന്നുണ്ടെങ്കിൽ 3 ദിവസം, അല്ലെങ്കിൽ ആ 3 ദിവസം പിടിക്കില്ല. അതിനൊപ്പം ജാതകം എഴുതി കൊടുക്കുക.
കാരണം അതാണ് നമ്മള് ആയുധം കയ്യിലില്ലാത്ത നടനാടുക എന്നിങ്ങനെ വിദ്യ മാത്രമാണ് പറഞ്ഞെങ്കിൽ ഇതും യോജിപ്പിക്കുന്ന ആയുധം കയ്യിലില്ലാത്ത നടനാടുക എന്നിങ്ങനെ നമ്മൾ സ്കൂൾ പഠിച്ചിരുന്ന കാരണം ആയുധമാകുന്ന നമ്മുടെ എന്തായാലും വിദ്യയാകുന്ന ആയുധമാണ് പറഞ്ഞെങ്കിലും ഞാൻ പറയണത് നമ്മുടെ തൊഴിലാവുന്ന ആയുധങ്ങൾ നമ്മുടെ കൈവശം വേണം, എന്നാൽ ജോലി ചെയ്യാം. അതല്ലാതെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ചെറിയ ചെറിയ ദോഷം കണ്ടിട്ട് ഒഴിവാക്കുന്നുണ്ട് ജീവിതത്തിൽ. അതായത് ജ്യോതിശാസ്ത്രം തന്നെ അനേക ഹോരാതന്ത്രജ്ഞ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ജ്യോതിശാസ്ത്രം അപാരാണ്, കുറച്ചൊന്നും ഗ്രന്ഥങ്ങളൊന്നുമല്ല, 16,000 ചില ഗ്രന്ഥങ്ങളുണ്ട് ഒരു വിധത്തിൽ നോക്കുമ്പോൾ. എന്റെ അറിവില് ഇതിനേക്കാളും പരിചയമുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് അറിയും ഇതിനേക്കാളും. ഞാൻ ചെറിയൊരു ശിശുവിനായി പറയാൻ പറ്റും. ജ്യോതിശാസ്ത്രത്തിൽ ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ശിശുവാണ്. ശാസ്ത്രത്തിൽ ഞാൻ ശിശുവിനായിട്ട് ഞാൻ പറയാറുള്ളൂ. അപ്പൊ ഇതിനേക്കാളും ഗ്രന്ഥങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് പറഞ്ഞല്ല, ഇത് എല്ലാ ഗ്രന്ഥങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷെ നമ്മൾക്ക് വേണ്ടത് എന്താണ്? ഇവിടെ വേണ്ടത് ഈ വ്യക്തികൾക്ക് ജീവിതത്തിനെ ബാധിക്കാത്ത ഏതെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് വേഗം കൂട്ടിച്ചേർത്ത് അവർ ജീവിക്കാൻ നോക്കുക. അതാ വേണ്ടത്. അല്ലാതെ ചെറിയ ചെറിയ ദോഷങ്ങളായിട്ട് കണ്ടു 10-ൽ 5 പേർത്തേ ഉള്ളൂ ഒഴിവാക്കി എന്തിനു അവരെ കുടുംബത്തിനെ നശിപ്പിക്കുന്നത്. പൊരുത്തം ഇതിലൊരു പ്രശ്നമൊന്നല്ല. ഇവിടെ ദൃശ്യ മാധ്യമങ്ങളൊക്കെ ഞാൻ കാണുന്നതാണ്. കാരണം കല്യാണം കഴിഞ്ഞോ 10-ൽ 7 പൊരുത്തം അല്ല 9 പൊരുത്തം 10 പൊരുത്തം കിട്ടുന്ന ജാതകത്തെ ഇവിടെ ജാതകത്തിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്ര പൊരുത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് ഏത് വിധത്തിൽ കണക്ക് കൂട്ടിയാലും ഉത്രാടം നക്ഷത്രം പുരുഷനും രേവതി നക്ഷത്രം സ്ത്രീ ആയാൽ മാത്രമേ 9.5 പൊരുത്തം വരെ കിട്ടുള്ളൂ. അല്ലാതെ ഒരു നാളും കിട്ടില്ല. അതായത് അത്തം നക്ഷത്രം പുരുഷനും അത്തം നക്ഷത്രം സ്ത്രീയും പുണർതം നക്ഷത്രം പുരുഷനാണെങ്കിൽ 9.5 പൊരുത്തം കിട്ടും. 10 അപ്പോഴും യോനി പൊരുത്തം മധ്യമാണ്. എല്ലാരും പറയുന്നുണ്ട് ഇന്റെ ജാതകത്തിൽ ഞാൻ 10 പൊരുത്തം കഴിഞ്ഞു. അത് വെറും പച്ച ഇല്ലാത്ത ആവശ്യമില്ലാത്തൊരു കാര്യം പറയൂ കണ്ടോ. അങ്ങനെ പൊരുത്തം കിട്ടണതൊന്നുമില്ല. 7, 8, 9, 9.5 വരെ പറഞ്ഞിട്ടുള്ളൂ. 10 പൊരുത്തം ഞാൻ ഇത് പറയണത് അത് ഇതാണല്ലോ ഈ ഒരു പൊരുത്താണ്. അതുകൊണ്ട് ആയിക്കോട്ടെ, എന്നാലും 10 പൊരുത്തം നോക്കാം. അങ്ങനെ പൊരുത്തം കിട്ടിയതും കൂടി എന്തേ ഡൈവേഴ്സ് എന്ന് പറയണത് അവിടെയാണ്. 5-ാം ഭാവം മനസ്സ്. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെതായിരിക്കുന്ന ചിന്തഗതികളെ മനസ്സാണ് ആദ്യം നന്നാവേണ്ടത്, ദേഹവും. ഏറ്റവും കുറഞ്ഞത് എത്ര പൊരുത്തം വേണം? ഞാൻ പറയുമ്പോ എന്റെ കണക്കൂട്ടല് ശരിക്കും 2, 3, 4 പൊരുത്തൊക്കെ കിട്ടിയ ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ടല്ലേ അവിടെ? ജ്യോതിഷം കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് ആരെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലും വന്ന് പഠിക്കാം. കാരണം ഈ കൊണ്ടുപോവില്ല ചോരന്മാർ കള്ളം കൊണ്ടുപോകാത്ത മുതലാണോ കൊടുക്കും തോറും പേരിടുന്ന. ഞാനുള്ളത് കൊടുക്കാം ഇരുന്നത്, ഇത്രയേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക്. ഞാനിപ്പോ അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴത്തെ കാലം. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും ക്ഷമല്ല. അതാണ്, ആർക്കും ക്ഷമല്ല. അത് 1, 2 കൊല്ലൊക്കെ പഠിച്ച കഴിഞ്ഞു. ആ പ്രശ്നമാർഗം 14-ാം തീയതി കഴിഞ്ഞ 15-ാം തീയതി ജാതക ചർച്ചയിൽ മുതൽ കഴിഞ്ഞ പിന്നെ അവരുണ്ടായി, പിന്നെ ബോർഡിട്ടതായി. എന്തോ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റും കൃത്യസമയവും നാളൊക്കെ നോക്കിയിട്ട് പറഞ്ഞുതരാം. നോക്കിയിട്ട് അന്നത്തെ നോക്കുമ്പോ സിസേറിയനെ നടന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് സിസേറിയൻ നടത്തണ്ട. നിങ്ങൾ പ്രകൃതിയാണ്, ഉണ്ടാകുന്നതും പ്രകൃതിയാണ്. അതിനെ ധിക്കരിച്ച് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യരുത്. സിസേറിയൻ എന്നുള്ളത് ഇപ്പൊ കണ്ടുപിടിച്ചത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു. ആ സിസേറിയനായിരിക്കുന്നതില് ആവശ്യാനുസരണമാണ്. അത് ശാരീരിക പ്രക്രിയകളൊക്കെ അനുസരിച്ച് ഡോക്ടർ തീരുമാനിക്കുന്നതാണ്. നല്ല ദിവസം നോക്കിയിട്ട് ചെയ്യുന്നത് നമ്മുടെ ആവശ്യമാണത്. അത് പ്രകൃതിയാണത്. പ്രകൃതി സമ്മതിക്കാണ്ടാവില്ല ചിലപ്പോ. പ്രകൃതിയിൽ പറഞ്ഞിട്ടുണ്ട് വരുന്നതായിരിക്കുന്ന ചരണത്തിന്. അത് ദൈവമാകുന്ന പ്രകൃതിക്ക് വിട്ടുകൊടുക്കൂ, അല്ലാതെ നമ്മൾ ധിക്കരിച്ച് ചെയ്യണ്ട. ഇവിടെ എന്റെ അനുഭവത്തില് ഇതിന്റെ അടുത്ത് വന്നിട്ട് ഡേറ്റ് പറഞ്ഞ ഡോക്ടർക്ക് അടക്കം വിളിച്ചു പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇല്ല ദിവസം 3-ാം തീയതി ഇല്ല സമയത്ത് അപ്പൊ അന്ന് സിസേറിയൻ ചെയ്യാനേ പറ്റിയില്ല. കണ്ടോ? അപ്പൊ എന്തുണ്ടായി?
ഇവർക്ക് ആ കുട്ടിയുടെ അതിന് പുറത്തേക്ക് വരാനുള്ള സമയമായിട്ടില്ല, അറിയോ? നമ്മളല്ല, അത് പ്രകൃതിയായിരിക്കുന്നു, ദൈവം തീരുമാനിക്കുന്നു. അപ്പൊ ഇതിപ്പോ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ അടുത്തുണ്ടായി, ഇപ്പതാ ഒരു 5-6 മാസമായിട്ടുള്ള കുട്ടി ജനിച്ചിട്ട് അത് സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് വന്നതാ. ഞാൻ അവരോട് പറഞ്ഞു, ഈ കുട്ടി ആദ്യം ജനിക്കും കേട്ടോ, സിസേറിയന്റെ സമയമൊന്നും വരില്ല എന്ന്. ദൈവം സാധിച്ചിട്ടാ തന്നെ കുട്ടുണ്ട്, കുന്നത്തെ കുട്ടുണ്ട്. അതിന് ഞാൻ എന്താ പറയാ, കുജന്നഹേത് പ്രതിമാസം മാർത്തവം മൊബേദിന് ഗൈനക്കോളജി ആ സബ്ജക്ട് മുഴുവൻ ജ്യോതിശാസ്ത്രത്തില്. അത് ശരിക്കും കണക്കൂട്ടി വെക്കുമ്പോ ഇത് ശരിയാ, അപ്പോഴേക്കും ഇവിടെ എത്തുന്നില്ല. ഇവര് ഡേറ്റ് ഒക്കെ നോക്കിയാൽ ചിത്രനാള് കഴിഞ്ഞ വാവുകാരുടെ കണ്ടപ്പോ നോക്കുമ്പോ ചോദ്യം നാളിലാണ് കണ്ടുപിടിച്ചു, സമയം നോക്കി. അവൾക്ക് കുട്ടി ജനിച്ചത് നോക്കുമ്പോ അവിടെ ചോദ്യരിക്കലിന് എത്തിയില്ല, മതത്തിന് ജനിച്ചു. എന്താ ചെയ്യ, ആരെ കുട്ടിയെ പറ്റ്? പ്രകൃതിയാണത്. ആര് ചെയ്യുന്നോ ചെയ്തോട്ടെ, എനിക്ക് അഭിപ്രായമില്ല. അതൊക്കെ അവരുടെ സ്വഭാവ അല്ലെങ്കിൽ മാനസിക അവസ്ഥകൾക്കും ചെയ്തോട്ടെ, ഞാൻ അതിനെ ധിക്കരിക്കുന്നില്ല. എന്തോ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്റെ അടുത്ത് വന്നാൽ സിസേറിയന് ഞാൻ സമ്മതിക്കില്ല. കൂട്ടുദശ എന്നുള്ളതായിരിക്കുന്ന കാര്യം പ്രധാനപ്പെട്ടതായിരിക്കുന്ന ജ്യോതിശാസ്ത്രത്തിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കൂട്ടുദശ ഉണ്ടെങ്കിൽ എടുക്കാം. പല തരത്തിലുള്ളതായിരിക്കുന്ന ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതില്. ആ ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂട്ടുദശ എടുക്കാം. കൂട്ടുദശയെ തന്നെ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞത് അവസാനം കൂട്ടുന്നത് എല്ലാ സർവേഷാം എന്ന് പറയുന്നത് എല്ലാത്തിന്റെ അവസാനം ദോഷാണെന്നൊരു ഒറ്റൊന്നേ പറയുന്നുള്ളൂ, അവര് വിശ്വസിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അറിയുന്നുള്ളൂ എന്നതാണ് എനിക്ക് മനസ്സിലാക്കാറുള്ളത്. പക്ഷേ പല ഗ്രന്ഥക്കാരും പറയുന്നത് കൂട്ടുദശ ദോഷപ്രദമല്ല. കൂട്ടുദശയിൽ ആരംഭയോട് ദശാവസാനം ഇവിടെ ഏറ്റവും പറയുന്നത് 6 മാസത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ 1 കൊല്ലത്തിന്റെ ഉള്ളിലോ, അല്ലെങ്കിൽ ദശാധ്യായ വ്യാഖ്യാനത്തിലൊക്കെ പറയുന്നുണ്ട് 2 കൊല്ലേ പറഞ്ഞിട്ടുള്ളൂ. 2 കൊല്ലത്തിന്റെ ഉള്ളിൽ കൂട്ടുദശ വരരുത് എന്നാ ഒഴിവാക്കിക്കോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് 2 കൊല്ലത്തിന്റെ ഉള്ളിൽ കൂട്ടുദശ വരികയാണെങ്കിലും ആ ദശാനാഥൻ ബലവാനായിരിക്കുകയോ ആ അഷ്ടമാധിപൻ ബലവാനായിരിക്കുന്നു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം ചെയ്യില്ല. ബലവാനായിരിക്കുന്ന ഗ്രഹത്തിന്റെ ദശാകാലൊന്നും ദോഷപ്രദമല്ല എന്ന് ഗ്രന്ഥക്കാരൻ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രന്ഥം മനസ്സിലാക്കണം, ശാസ്ത്രം മനസ്സിലാക്കാത്തതിൽ പറയുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജീവിതത്തിന് വേണ്ടിയിട്ട് അത് രക്ഷിതാക്കൾക്കും കൂടി ഒരു ഉപദേശമാണ്. ജനങ്ങളാണ് ആദ്യം നന്നാവേണ്ടത്, ജ്യോത്സ്യന്മാരല്ല. ജനങ്ങളാണ് ഏറ്റവും വേണ്ടത്. ജാതക ചേർത്ത് നോക്കി പെൺകുട്ടിയുടെ വീട്ടിൽ ആൺകുട്ടിയുടെ വീട്ടുകാരാണ് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വീട്ടുകാർ പറയാ, അയ്യോ ആ കുട്ടിയെ 7-8 പൊരുത്തം കിട്ടിയിട്ട് കൊടുക്കുള്ളൂ എന്ന്. കണ്ടോ, ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. അത്രത്തോളം എന്തൊക്കെ തരത്തില് ജോലി ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ ധരിക്കുന്ന നല്ല ജാതകങ്ങളാവാം, അഭിവൃദ്ധി വരേണ്ട ജാതകങ്ങളുണ്ട്. അതിനൊക്കെ ഒഴിവാക്കിയിട്ട് നിസ്സാരം ഒരു പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയിട്ട് കൊടുക്കുക. ആ പെൺകുട്ടിയുടെ സ്വന്തം മകളുടെ ജീവിതത്തിനെ നശിപ്പിക്കുന്നത്, സ്വന്തം മകന്റെയും. അപ്പൊ ജനങ്ങളാണ് ആദ്യം നന്നാവേണ്ടത്, ജ്യോത്സ്യന്മാരെക്കാൾ കൂടുതൽ വേണ്ടത്. ജനങ്ങൾക്കൊരു ബോധമില്ല തീർച്ചയായും, അതാണ്. പിന്നീട് ഒരു കാര്യം നിന്നുകൊണ്ടായിരിക്കും ഇതിന്റെ തെറ്റിദ്ധാരണ ആർക്കും തോന്നരുത് എന്നുള്ളത്. കാരണം അന്നൊക്കെ ഇപ്പൊ എന്റെ അറിവില് ഞാൻ ഗുരുനാഥന്മാരുടെ കൂടെ പോയി ഇവിടേക്ക് നാട്ടിൽ കൂടെയൊക്കെ ചെറുപ്പം മുതലേ അവര് 5-6 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കല്. അത്രയും പരിചയല്ലേ. അതൊക്കെ ജാതക ചേർത്ത് നോക്കാൻ പോയപ്പോ എന്താ പറയാ, ഒരു ജാതക ചേർത്ത് ആണിന്റെ വീട്ടുകാരാണ് ജാതകം നോക്കിയിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർ നോക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആൺകുട്ടികളുടെ വീട്ടിലൊന്നും ജാതക ചേർത്ത് നോക്കിയാൽ ഒരു 3 ജ്യോത്സ്യനെക്കാണ് 3 ആള് 3 അഭിപ്രായം പറഞ്ഞു, അവസാനം ഒന്നുമില്ല അല്ലേ. 3 ആള് 3 അഭിപ്രായമായിട്ട് പറഞ്ഞു. അതിനെന്തുണ്ടായി അറിയോ, ആനയും മുട്ടി ഇടയിൽ കന്ന ഈച്ചയെ ജീവൻ പോണത്. ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവുള്ള അറിയോ, ജനങ്ങൾ കുടുങ്ങി. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജാതക ചേർച്ച ഇല്ല എന്നുള്ളതിന്റെ പേരിൽ കല്യാണങ്ങളൊന്നും മുടങ്ങരുത്. എനിക്കത് നിർബന്ധമായിട്ട് പറയുള്ള ജനങ്ങളോട്. ജാതക ചേർച്ച ഇതിൽ മാത്രമായിട്ട് ജാതകം നോക്കിക്കോളൂ, ജാതകത്തിൽ ദോഷമുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം ദോഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒഴിവാക്കണ്ടൂ. നിസ്സാര ചില ജാതകത്തിലുണ്ടാവും ദോഷങ്ങളൊക്കെ, അതിലേക്ക് ഒഴിവാക്കൂ. ഞാൻ ഗ്രന്ഥങ്ങളാണ് കൊടുക്കുക, പഠിച്ചോട്ടെ വരും ഉള്ളൂ. ഗ്രന്ഥങ്ങളാണ് കൊടുക്കുക, അല്ല ഇതിൽ ഇന്ന പറഞ്ഞിട്ടുണ്ടോന്ന്.
അല്ലാതെ ഈ പിന്നെ ഒരു യൂട്യൂബിലൂടെ പറയാനും ഇതുകൂടെ പറയാം, അതിലൊന്നും ഒരു അർത്ഥമില്ല. നേരിട്ട് വന്ന് ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. കുട്ടികളുടെ ജീവിതം നശിപ്പിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ളത്. എൻ്റെ പേര് മുരളീധരൻ എന്നാണ്. എഴുവന്തലയാണ് സ്വദേശം. ഞങ്ങളുടെ ദേശത്തെ ഗുരുനാഥനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, പിന്നെ മറ്റു ജ്യോത്സ്യന്മാരൊക്കെ അടുത്തു പോകുമ്പോൾ വിവാഹ സംബന്ധമായ ഈ വിവാഹം മുടങ്ങിപ്പോവാനുള്ള കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ധാരാളം വിവാഹങ്ങൾ, ജാതകത്തിലെ ദോഷങ്ങൾ കാണിച്ചിട്ട് ധാരാളം ആളുകളുടെ വിവാഹങ്ങൾ മുടങ്ങിപ്പോയ ചരിത്രങ്ങൾ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത്, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ ഒരു ഗ്രന്ഥമാണ്. അത് എങ്കിൽ കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വിവാഹങ്ങളെ ഇദ്ദേഹം കൂട്ടിച്ചേർത്ത് വിവാഹം കഴിപ്പിച്ചതായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കറിയാം. അങ്ങനെ നല്ല രീതിയിൽ ആ ദമ്പതിമാര് കുടുംബജീവിതം നയിച്ചു പോകുന്ന കാര്യം എനിക്കറിയാവുന്നതാണ്. അങ്ങനെ ശാസ്ത്രീയമായ വിശകലനം ചെയ്തിട്ടാണ് ഇദ്ദേഹം ഓരോ കാര്യങ്ങളും ഗണിച്ചെടുക്കാറുള്ളതും അത് പൊതു സമൂഹത്തിന് എത്രമാത്രം ഗുണം ചെയ്യും എന്നത് നോക്കിയിട്ടും കൂടിയാണ് ഇദ്ദേഹം ജ്യോതിശാസ്ത്രം പറയാറുള്ളത്. അത് നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ഈ ജ്യോതിശാസ്ത്രത്തെ കുറിച്ചും അതിനപ്പുറത്തും നിരവധി ഗ്രന്ഥങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരാളാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുമ്പോ തന്നെ മുൻഭാഗത്ത് വലിയൊരു ഗ്രന്ഥ ശേഖരം കാണാം. അതൊക്കെ ഇദ്ദേഹം വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു ജ്യോതിശാസ്ത്രജ്ഞനാണ് എന്നുള്ളതിൽ നമുക്ക് ഈ എഴുവന്തലയിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്.